റഹീസ്, ഇപ്പോൾ ഡിവൈഎഫ്ഐ 40,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു രാഷ്ട്രീയവാദമായി പല ഘട്ടങ്ങളിൽ നമ്മൾ ഉയർന്നു കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന വീണ ഘട്ടത്തിൽ പോലും ചിന്താ ജെറോം പറഞ്ഞ വലിയ വിവാദമായിരുന്നു, ഞങ്ങൾ പൊതിച്ചോറ് നൽകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പൊതിച്ചോറിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നുള്ളത് ഡിവൈഎഫ്ഐക്കെതിരെ ഉയരുന്ന ഒരു വിമർശനമാണ്. പക്ഷേ അതേസമയം അതൊരു സഹായവുമാണ്. ഈ സഹായം കൊടുക്കുന്നത് സർക്കാർ ആശുപത്രിയിൽ ബദൽ മാർഗങ്ങൾ തേടാത്തുകൊണ്ടാണല്ലോ. അപ്പോൾ ആ ബദൽ മാർഗങ്ങളിലേക്ക് സർക്കാർ പോകുന്നു എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐ എന്താണ് അതിൽ കൃത്യമായി വിശദീകരിക്കുന്നത്? അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൊതിച്ചോറ് കൊടുക്കുക എന്നതിനപ്പുറം ഈ ആശുപത്രി കോമ്പൗണ്ടിലാണ് ഇങ്ങനെ കൊടിയും ബാനറും കെട്ടി അവിടെ തന്നെ പാചകം ചെയ്യുന്ന സാഹചര്യം പോലും ചിലയിടങ്ങളിലുണ്ട് എന്ന് പറയുന്നു, എല്ലായിടത്തുമല്ല. സ്മൃതി, ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ കൃത്യമായി രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാർ എന്നാണ് അവർ കരുതുന്നത്. മുമ്പും സ്മൃതി പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഡിവൈഎഫ്ഐക്കെതിരെ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളും മറ്റും ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ കാണുന്നത്, നേരത്തെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞതുപോലെ നിലവിലുള്ള രീതി അവർ തൽക്കാലം തുടരും. അത് മന്ത്രി എന്തൊക്കെ പറഞ്ഞാലും തുടരും എന്നതാണ് തീരുമാനം. ഒപ്പം ഇതിനകത്ത് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആ പരിസരത്തുള്ള ഭക്ഷണം മേടിച്ച് കഴിക്കാൻ വകയില്ലാത്ത ആളുകൾക്കുമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം സംസ്ഥാന സർക്കാർ ആദ്യം തുടങ്ങട്ടെ, അങ്ങനെ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. അത് ആദ്യം ഓണാവുന്നത് വരെ ഡിവൈഎഫ്ഐ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കും എന്നതാണ് അവരുടെ തീരുമാനം. അത് സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 12 മണി കൂടി 12-12:30 കൂടി ഇതുവരെ എവിടെയൊക്കെയായിരുന്നു ഡിവൈഎഫ്ഐ ഭക്ഷണം കൊടുത്തിരുന്നത് അവിടെ കൊടുക്കുക എന്നതാണ് അവരുടെ തീരുമാനം. സുധാകരനാണ് ഈ വിഷയം ആദ്യം ഉന്നയിക്കുന്നത്. അതിൽ വലിയ വിവാദവും പ്രത്യാരോപണവും നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐയേക്കാൾ സേവാഭാരതിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിമർശനം ശക്തമായി ഉയർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സേവാഭാരതിയെ കൂടിയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. പലയിടത്തും അവരുടെ കൊടിയും ബാനറും ഈ പറയുന്ന ആശുപത്രി വളപ്പിൽ തന്നെ വയ്ക്കുന്നു, എന്നിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും ആ പാചകവും നടക്കുകയാണ്. അപ്പോൾ അതുകൂടി ഉണ്ടല്ലോ. ഇപ്പോൾ കെ സുരേന്ദ്രൻ പ്രതികരണവും ഫേസ്ബുക്കിലൂടെ വരികയാണ്. സ്മൃതി, സേവാഭാരതിയും കൂടി, അതായത് ഡിവൈഎഫ്ഐക്കൊപ്പം സേവാഭാരതി ചെയ്യുന്നത് കൂടി സർക്കാരിൻ്റെ ഉന്നമാണ്. എങ്കിൽ പോലും സംസ്ഥാനത്ത് വ്യാപകമായി കൃത്യമായ രീതിയിൽ എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനം എല്ലായിടത്തുമുള്ളത് ഡിവൈഎഫ്ഐക്കാണ്. അവരവരുടെ കൊടികൾ അതിന് ഉപയോഗിക്കാറുണ്ട്, ബാനറുണ്ട്. ഇവർ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് കൊടികൾ വെക്കാറുണ്ട്. അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അതുപോലെ തന്നെ സേവാഭാരതി ചെയ്യുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ സേവാഭാരതി ചെയ്യുന്നത് ഉദാഹരണമായി എടുത്താണ് അമ്പലപ്പുഴ MLA ജി സുധാകരൻ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. പിന്നീട് അദ്ദേഹം അതിൽ ഒരു വ്യക്തതയൊക്കെ വരുത്തിയിരുന്നു. ആളുകൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ടുണ്ടാകരുത്, രാഷ്ട്രീയം കളിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് സർക്കാരിൻ്റെ ഒരു നീക്കം എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. പക്ഷേ കൃത്യമായ ഒരു സംവിധാനം ഒരുക്കാതെ, ആ സംവിധാനം നടപ്പിൽ വരുത്താതെ ഡിവൈഎഫ്ഐയും മറ്റു സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണ പൊതുവിതരണം അവസാനിപ്പിച്ചാൽ പോലും അത് സർക്കാരിന് ഗുണമായിരിക്കില്ല ഉണ്ടാക്കുക. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ സർക്കാർ ഇത് പറഞ്ഞു, ഞങ്ങളിത് കൊടുക്കുന്നില്ല എന്ന് ഡിവൈഎഫ്ഐയോ സേവാഭാരതിയോ ഒക്കെ തീരുമാനിച്ചാൽ നാളെയോ മറ്റന്നാളോ ഒന്നും സർക്കാരിന് എന്താണേലും അത് കൊടുക്കാൻ കഴിയില്ല. അത് സർക്കാരിന് ഗുണമായിരിക്കില്ല ഉണ്ടാക്കുക, ദോഷമായിരിക്കും. കാരണം അത്രത്തോളം രോഗികൾ, കൂട്ടിരിപ്പുകാർ, ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ വകയില്ലാത്തവരൊക്കെ ഈ സംവിധാനം ഉപയോഗിച്ച് ഭക്ഷണം മെഡിക്കൽ കോളേജിലെ യഥാർത്ഥ സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ട് ആ സാഹചര്യത്തിലൊരു മാറ്റം വരുത്താതെ ഇങ്ങനെ കർക്കശമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ചർച്ചകൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കി കഴിഞ്ഞ ശേഷമാണ് ഇത് പറയുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ രൂപത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രവീൺ പുരുഷോത്തമനും റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്.